ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ പ്രതിഫലനമാണ് ദേശീയ ഗെയിംസിലെ കായിക താരങ്ങളുടെ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ തദ്ദേശീയമായ ചില കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതോടെ ദേശീയ ഗെയിംസ് ഹരിത ഗെയിംസ് ആയി മാറിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ, ദേശീയ താരങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരാണ്. ഉത്തരാഖണ്ഡിലെ 11 നഗരങ്ങളിലായി ഫെബ്രുവരി 14 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് 550 അംഗ സംഘമാണ് 29 ഇനങ്ങളിലായി ഗെയിംസിൽ പങ്കെടുക്കുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ശനിയാഴ്ച കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ISROയുടെ 100ാം വിക്ഷേപണ ദൌത്യം നാളെ. 100ാം വിക്ഷേപണത്തിനായുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഗതിനിർണയ ഉപഗ്രഹമായ NVS-02വിനെയും വഹിച്ചുകൊണ്ട് GSLV F-15 രാവിലെ 6:23 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയരും. GSLV അതിന്റെ 17ാമത്തെ വിക്ഷേപണത്തിലൂടെയാണ് ISROയുടെ 100ാം ദൌത്യമെന്ന ചരിത്ര നേട്ടം കൈവരിക്കുക. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ഖോണ്ട നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ റാലിയെ BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഖോണ്ടയിലും കരാവൽ നഗറിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പട്പർഗഞ്ചിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതിനിടെ ശ്രീലങ്കൻ നാവികസേന നടത്തിയ വെടിവയ്പിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലെ ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ഇക്കാര്യം ശ്രീലങ്കൻ സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേരള കയറ്റുമതി പ്രോത്സാഹന നയം 2025 സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ആഗോള കയറ്റുമതി രംഗത്ത് സംസ്ഥാനത്തെ പ്രമുഖ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നയം രൂപീകരിക്കുന്നത്. ആലപ്പുഴ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ജീവപര്യന്തം ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകാനും മന്ത്രിസഭ അനുമതി നൽകി. നെന്മാറ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ചെന്താമരയെ കണ്ടെത്താനായി പോലീസ് തെരച്ചിൽ തുടരുന്നു. പ്രതിക്കായി കോഴിക്കോട് ജില്ലയിലും പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിച്ചു. ജിമ്മുകളിലെ അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിന് ഡ്രഗ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 50 ജിമ്മുകളിൽ പരിശോധന നടത്തുകയും ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം കോൺക്ലേവ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ നിർണായക വ്യാപാര കവാടമാകുമെന്നും മന്ത്രി പറഞ്ഞു. കോൺക്ലേവ് നാളെ സമാപിക്കും. അതിദരിദ്രർക്കുള്ള പട്ടയ വിതരണ നടപടികൾ അതിവേഗം പൂർത്തിയാക്കണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മന്ത്രി K രാജൻ. തെക്കൻ മേഖല റവന്യൂ ഉദ്യോഗസ്ഥരുടെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025 നവംബർ 1 അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പട്ടയം നൽകാനുള്ള തീരുമാനം. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 172 റൺ വിജയലക്ഷ്യം. നിശ്ചിത 20 ഓവറിൽ ഇംഗ്ലണ്ട് 9 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺ എടുത്തു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനിലെ 332 സർക്കാർ സ്ഥാപനങ്ങളെ ഇന്ന് ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. മേയർ ബീന ഫിലിപ്പാണ് പ്രഖ്യാപനം നടത്തിയത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന മാധ്യമ ദിനാഘോഷം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേറ്റ് വൽക്കരണ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ ദ ടെലിഗ്രാഫിലെ എഡിറ്റർ അറ്റ് ലാർജ് R രാജഗോപാൽ പ്രഭാഷണം നടത്തും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പെയിന്റ് പാത്രങ്ങളിൽ കടത്താൻ ശ്രമിച്ച 20 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശി കമൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 535 പോയിന്റ് നേട്ടത്തിൽ 75,901 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 128 പോയിന്റ് ഉയർന്ന് 22,957 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 60,080 രൂപയും ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 7,510 രൂപയുമാണ് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.